പുതിയൊരു എപ്പിസോഡിലേക്ക് പാലക്കാടിന്റെ മണ്ണിൽ നിന്നും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എടത്ത നാട്ടുകാര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പാലക്കാടിലെ മണ്ണാർക്കാട് ജില്ലയിലെ എടത്ത നാട്ടുകാര. അതായത് എടത്ത നാട്ടുകാര ഇവിടെ അടുത്ത് തന്നെ ആയിരിക്കും ടൗണ്. ഗൂഗിൾ എന്തായാലും പറഞ്ഞ് ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു ശരിക്കും ഒരു റബ്ബർ തോട്ടവും ഒരു തെങ്ങും തോട്ടത്തിൻ്റെ നടുക്കാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എടത്ത നാട്ടുകാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചധികം പേർക്കെങ്കിലും ഒരു ഐഡിയ ഒക്കെ കിട്ടി കാണും നമ്മളിപ്പോൾ എവിടെയാണെന്ന്. വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം അഷ്റഫ്ക്കാടെ നാട്ടിലാണ് കേട്ടോ. നമ്മുടെ റെക്കോർഡ്സ് ബൈ അഷ്റഫ് എക്സൽ. സോ മൂപ്പരെ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. സോ ഫ്രണ്ട്സ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞാനും ഒരുപാട് ആഗ്രഹിച്ച് നേരിട്ട് കാണണം, അഷ്റഫ് ഖാനെയും ഫെബിത്താനെയും നേരിട്ട് കാണണം എന്ന് ഞാൻ നല്ലപോലെ ആഗ്രഹിച്ച ഒരാളും കൂടിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പറയേണ്ടത് എനിക്കൊന്നും അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബാക്കി അവിടെ പോയിട്ട് പറയാതില്ലെങ്കിൽ നമുക്ക് ഓൺ ദ വേ ആദ്യം അഷ്റഫ് ഖാൻ്റെ വീട് കണ്ടുപിടിക്കാം കേട്ടോ. നമുക്ക് പോവല്ലേ? സോ ഫ്രണ്ട്സ്, നമ്മൾ ഇതാണ് കേട്ടോ എടത്ത നാട്ടുകാരെന്ന് പറഞ്ഞ മെയിൻ ടൗണ്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കേട്ടോ നമുക്ക് പോകാൻ. വളരെ ഒരു 100 മീറ്റർ അപ്പുറം എവിടെയാണ് കേട്ടോ നമ്മുടെ അഷ്റഫ്ക്കാടെ വീട്. ഫ്രണ്ട്സ്, ശരിക്കും സോറി കേട്ടോ. കാരണം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, എത്ര നേരമായെന്ന് അറിയോ? ഇതിപ്പോൾ പാതിരായിട്ടില്ല, 7 മണിയോളം ആയിട്ടോ സമയം. ഞങ്ങൾ രാവിലെ വന്നിട്ട് ഇത്ര നേരം ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. നമ്മുടെ അഷ്റഫ് ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിയ ആളാണ്. അപ്പോൾ എനിക്ക് ആളുടെ മുമ്പിൽ വീഡിയോ ചെയ്യാൻ ഒരു നല്ല രീതിക്ക് നെർവസായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത്രയും നേരം ചെയ്തില്ല, എന്ത് ചെയ്യണം പറഞ്ഞിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ ഇവരൊക്കെ കൂടെ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് ചെയ്തോ കുഴപ്പമില്ലാതൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ വലിയ റൂമിലേക്ക് കയറി വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ നമ്മുടെ ഫെബിത്ത, പിന്നെ നമ്മുടെ ആദിമോൻ, ഇത് ഐദിമോൻ, അതായത് നമ്മുടെ അഷ്റഫ് ഖാടെ വൈഫും പിള്ളേരാണ് കേട്ടോ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല അടിപൊളി ഒരു മറ്റേ ചിത്രകാരനാണ് കേട്ടോ. എവിടെ ചിത്രങ്ങൾ കുറേ ഉണ്ട്. ഞാനിങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഞാനിങ്ങനെ ചിത്രത്തിൻ്റെ കുറേ ടിപ്സൊക്കെ പറഞ്ഞു കൊടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ചിത്രം നല്ല കിടിലനായിട്ട് ചിത്രം വരയ്ക്കേ. പിന്നെ അതെ ഇവിടെ ഒരാൾ വേറെ ചിത്രം വരച്ച് തുടങ്ങിയിട്ടുണ്ട്. ഹലോ, എന്താണ് നമ്മുടെ കുഞ്ഞാപ്പിനെ പോലെ ഇല്ലേ? മുടിയൊക്കെ നോക്കിയേ. ഹലോ, മുടിയൊന്നും കാണുന്നില്ല. അതെ, എന്താ വരയ്ക്കുന്നേ? വീട് വരയ്ക്കാ. നോക്കിയിട്ട് വീട് വരയ്ക്കാ. ഇനി ഫുള്ളായി വരച്ചിട്ട് കാണിച്ചു തരണോ കേട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദിമോന്റെ ഡ്രോയിങ്സേ. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കിടിലൻ ചിത്രകാരനാണ്. നല്ല ഭാവിയുണ്ട് കേട്ടോ മോനത്തിന്. ഇപ്പം എന്തായാലും അവന് ട്യൂഷനാണ്. വന്നപ്പോൾ തൊട്ട് കരാട്ടെ, സ്കൂള്, പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഇപ്പോൾ ട്യൂഷൻ, ഓൺലൈൻ ട്യൂഷൻ, ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ടല്ലേ നോക്കി, നല്ല രസമുണ്ടല്ലേ, അടിപൊളി. ചിത്രങ്ങൾ കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. നല്ല നല്ല അടിപൊളി പിക്ചേഴ്സൊക്കെ ഉണ്ടേ. ടാലൻറ്റഡ്. വീട്ടിലെല്ലാവരും ടാലൻറ്റഡ് ആണെന്ന്. ചെറിയ രീതിയിലല്ല എങ്കിലും. ഇനി നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ കാണാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ അഷ്റഫ് ഖാടെ ഉമ്മച്ചി. പിന്നെ എല്ലാവരും അഷ്റഫ് ഖാനെ കാണിച്ചിട്ടാണ് തുടങ്ങുക. ഞാനിവിടെ ഏറ്റവും ലാസ്റ്റാണ് കാണിക്കുന്നത്. എന്താണ് അഷ്റഫ് ഖാൻ വിശേഷങ്ങൾ? ഞാനതൊക്കെ അവിടുന്ന് പറഞ്ഞിട്ടാ വന്നത്. അപ്പുറത്ത് ഒളിഞ്ഞിരുന്ന് പറഞ്ഞിട്ടാ വന്നത്. അതെ, അത്ര ചോദ്യമൊന്നും ചോദിച്ചില്ല. ഞങ്ങളിങ്ങനെ കുറേ സംസാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് സംസാരിച്ചില്ലേ. നമ്മൾ ഇത്ര ബോറടിച്ചില്ലല്ലോ. ഞാൻ മാത്രല്ല, നിങ്ങൾ രണ്ടുപേരും കൂടുതൽ തള്ളിയത് നിങ്ങൾ രണ്ടുപേരും. ഈ റൂം ഇതിപ്പോൾ ഇരുട്ടാണ്. ഈ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രഷർ കയറിയിരിക്കുകയാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലായിരുന്നു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വാപ്പിച്ചി വന്നിട്ടില്ല. ഷോപ്പുണ്ടല്ലേ, തൊട്ടപ്പുറത്ത് ഷോപ്പുണ്ട്. സോ ഇന്ന് രാത്രി ഞങ്ങൾ പോകുന്നില്ല കേട്ടോ. ഇന്ന് രാത്രി ഞങ്ങൾ പോകുന്നില്ല.
അപ്പൊ ഇന്ന് രാത്രി ഞങ്ങളിവിടെ നിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് രാത്രി നമ്മളിവിടെ നിക്കാൻ വിചാരിച്ചു. അപ്പൊ ഉച്ചക്കത്തെ ഫുഡൊക്കെ ഗംഭീരായിരുന്നു. ഇന്ന് രാത്രിത്തെ ഫുഡും ഗംഭീരാവുമെന്ന് വിചാരിച്ചോണ്ട് നിക്കുവാണ്. അപ്പോ ഇനി എന്തായാലും ബാക്കി വിശേഷങ്ങളായിട്ട് വരാട്ടോ. നോക്കട്ടെ. ആയി കൊള്ളാലോ. ആദ്യം എന്നും ആന്റിനെ വരയ്ക്കാൻ മറക്കാറില്ല കേട്ടോ. ആന്റിനുണ്ട്, നമ്മുടെ പഴയ കാലത്തെ ചിത്രങ്ങളിലൊക്കെ ആന്റിന് എന്തായാലും ഉണ്ടാവേ. ഇനി എന്താ ബാക്കി വരയ്ക്കാൻ പോകുന്നേ? എവിടെ എന്നാ ഡോറ് വരയ്ക്കുക. അടിപൊളി. പിന്നെ ഇതിവിടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുടിക്കാൻ തരുന്നുണ്ട് കേട്ടോ. ഇതെന്താ സാധനം കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് പട്ടവെള്ളം കേട്ടോ. അതായത് കുടിക്കാൻ നല്ലതാണേ. ഈ സാധനം നമ്മൾ മെലിയാനൊക്കെ യൂസ് അതെടുത്ത് കുടിച്ചു. അതിനെത്ര തയ്ച്ചിരിക്കുകയായിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ സംഭവം അടിപൊളിയാണ്, നല്ല ടേസ്റ്റുള്ള. പിന്നെ ഈ പട്ടവെള്ളം ഉണ്ടാക്കാൻ വേറൊരു റീസൺ ഉണ്ട്. നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് വലിയൊരു പട്ടമരം അത് വെട്ടിക്കൂട്ടിട്ടിരിക്കുകയാണ്. അതിന്റെ ഇലയൊക്കെ എല്ലാരും കൊണ്ടുപോയി. അപ്പൊ അതിന്റെ ഇത് തോലി ബിരിയാണി ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഇടാറുണ്ടല്ലോ ഇല. ഭയങ്കര ഡിമാൻഡാണ്. അപ്പൊ അതിന്റെ പട്ട അത് കൊടുത്താലേ ഇവിടെ ഉണ്ടാ തൊലി നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. നമ്മളിവിടെ നമ്മളെ ബന്ധുക്കാർക്കും എല്ലാവർക്കും കൊടുത്തില്ലേ. അതിന്റെ പൂക്കൾ ഉണ്ടാവുമല്ലോ. പൂക്കളൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. പിന്നെ അതിന് അതിന്ന് വരുന്നതല്ല പൂവ്, മറ്റേ ഗ്രാമ്പൂ പറയുന്നതല്ല. അത് വേറെയാണ്. കറുവപ്പട്ട വേറെയും ഗ്രാമ്പൂ വേറെയാണ് അല്ലേ. അടിപൊളി. നമ്മളിതേ 3 പേരും രാത്രി ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണേ. ഞാൻ നേരത്തെ പറഞ്ഞ അഷ്റഫ്ക്കാടെ ബുക്ക് സ്റ്റാൾ, അതായത് ഒപ്പിച്ചിരിക്കുന്ന സ്റ്റാൾ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, എക്സൽ ബുക്ക് സ്റ്റാൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്കാടെ വണ്ടിയെ. റൂട്ട് റെക്കോർഡ്സ് അഷ്റഫ് എക്സൽ ഒപ്പിച്ചവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഐ ആം ദ വെരി സോറി ഫ്രണ്ട്സ്. ഞാൻ ഉദ്ദേശിച്ച് നടന്നു പോവായിരിക്കുന്നു. നോക്കിയപ്പോൾ ഉണ്ട് അഷ്റഫ്ക്കാടെ സ്വന്തം വണ്ടിയിലാണ് കേട്ടോ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കാൻ പോകുന്നതേ. ഫ്രണ്ട്സ് ഉണ്ടല്ലോ, നമ്മൾ അവസാനം മൈക്കപ്പ്, അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റാർലിംഗ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എൻ്റെ സ്ഥലത്തിൻ്റെ പേര് എടത്തനാട്ടുകരയിൽ 3 മാസം മുമ്പ് തുടങ്ങിയ ഒരു അക്കാദമിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇനി കാണാൻ ഒരുപാടുണ്ട് കേട്ടോ. അതായത് ഇങ്ങനൊരു സ്ഥലത്ത് ഇതുപോലെ ഒരു അക്കാഡമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. എല്ലാവർക്കുമായിട്ട് എന്തായാലും സൂപ്പറായിട്ടുണ്ട്. നമുക്കൊന്ന് ഉള്ളിൽ പോയി കാണാവേ. യെസ് ഓ വാവ്. സോ ഫ്രണ്ട്സ്, നമ്മളിതേ മുകളിലേക്ക് കയറി വന്നു. താഴെ ഇവിടെ നമ്മൾ ബാഡ്മിൻ്റൺ തകർത്ത് നടക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മുകളിലേക്ക് കയറി വന്നു. അടുത്തൊരു ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ പേരെന്തായിരുന്നു? സോക്കർ. ബിലിയാർഡ്സ് എന്നാണോ? ബില്ലിയാർഡ്സ് അല്ലേ ഗെയിമിൻ്റെ പേര്? ബില്ലിയാർഡ്സ്. ഓക്കെ. ഓ ഹോ ഹോ, ഓക്കെ ഓക്കെ. ഫസ്റ്റ് നമ്മുടെ അഷ്റഫ് പഠിച്ചു. ഓക്കെ, നമ്മുടെ അഷ്റഫ് ഫുൾ പൊളി കളിയാണ് കേട്ടോ. ഇനി അടുത്ത കളിയേ. ഓ, പക്ഷെ ഇത് ഭയങ്കര കുറച്ച് കഷ്ടമല്ലേ നമുക്ക്. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക്. നീ
അങ്ങനെ കളി സുധി കളി തുടങ്ങിയിട്ടുണ്ടേ. അവിടെ നമ്മുടെ അഷ്റഫ്ക്ക് ആണെങ്കിൽ ഇവിടെ നമ്മുടെ സുധി ബ്രോയാണ് കേട്ടോ. ആവേശമായ മനസ്സിലാട്ടോ നടന്നുകൊണ്ടിരിക്കണേ. ഇപ്പൊ ഇവിടെ 8ഉം അവിടെ 7ഉം ആയിട്ടുണ്ടേ. ഇപ്പൊ പക്കട്ടാലി 8-8 2 ഗോളെ. ഒരു ഗോളുകൾ അഷ്റഫ് ഖാന്റെ ഗോളിൽ ഒന്നും കൂടെ വന്നു കഴിഞ്ഞാൽ ഫുൾ ജയിച്ചു ഫിനിഷ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ അഷ്റഫ് ഖാൻ്റെ വീട്ടിൽ പോയി. ഇവിടെ നമ്മൾ സ്റ്റേഡിയത്തിൽ പോയി. അവിടെ ഫുൾ കുറേ എൻജോയ് ചെയ്ത് രാത്രി ഒരു 10 മണിക്കൊക്കെ വന്ന് ഫുഡ് അടിച്ച് കുറേ നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ പോവാണ് കേട്ടോ. ഇവിടെ വേറെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാനുണ്ടേ. ഇതേ നോക്കി, ഇത് ഞാൻ ഇന്നലെ കാണിച്ചു തരാൻ വിട്ടുപോയിട്ടോ. നമ്മുടെ സിൽവർ ബട്ടണാണ്. സിൽവർ ബട്ടണാണെന്ന് എല്ലാവർക്കും കണ്ടാലും അറിയാൻ പറ്റല്ലേ. എങ്കിലും ഞാൻ ആദ്യമായിട്ട് ഇത്ര അടുത്ത് കാണുന്നതും തൊടുന്നതും മറ്റേ യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇൻഷാല്ലാ എനിക്ക് നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്. സമയമെടുത്താലും നമ്മുടെ കയ്യിൽ വരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ഇതേ അഷ്റഫ് ഖാൻ്റെ കുറേ മെഡലുകളൊക്കെ ഉണ്ട്. അതായത് ഇതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്തതാണ് കേട്ടോ. ഓരോ ഷോപ്പിൽ നിന്നും സ്കൂളിൽ നിന്നും അതേപോലെ തന്നെ ഓരോ ഗിഫ്റ്റായിട്ടൊക്കെ കുറേ ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് പോവല്ലേ? ഉമ്മ പോയിട്ട് വരാം. ഇറങ്ങുക, പോയിട്ട് വരാട്ടാ. പോട്ടെ ഇങ്ങോട്ടല്ലേ? ഇൻഷാല്ലാ ഞാൻ വരുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഫെബി ടാറ്റ, കാണാം ഇൻഷാല്ലാ. ഇനി വരാം. ഉമ്മ പോവാണേ. ഹലോ, ടാറ്റ. അപ്പുട്ടി ടാറ്റ ടാറ്റ. നമ്മുടെ വീട്ടിനോട് ചേർന്നിട്ട് തന്നെ നല്ലൊരു വലിയൊരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ബാങ്ക് വിളിയൊക്കെ നല്ല പോലെ കേൾക്കാം. നോക്കിയേ, സൺറൈസ്. ഞാനൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഉറങ്ങിയതും എണീച്ചതും ഒന്നും അറിഞ്ഞില്ല, സത്യം. എൻ്റെ അമ്മേ, കണ്ടതിൽ സന്തോഷം. ടാറ്റാ. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത കിട്ടില്ലൻ വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് മണ്ണാർക്കാട് എത്തി. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോയിട്ട് വീട്ടിൽ ആരും എന്തായാലും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കില്ല. അപ്പോൾ പിന്നെ എടുത്തിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി നിന്നിട്ട് കാര്യമൊന്നുമില്ല. സോ നമ്മളിനിയിപ്പോൾ അടുത്ത് പോകുന്ന സ്ഥലം ഞാൻ വേറെ ചേലക്കര പോകുന്നുണ്ട്. അപ്പോൾ ചേലക്കരയിൽ കുറച്ച് നല്ല അടിപൊളി കിട്ടില്ലം പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്.
ഉണ്ട്. അതായത് കോവിഡ് കാരണം 2 വർഷമായിട്ട് നടക്കാത്ത കുറച്ച് പരിപാടികളാണ്. അപ്പോൾ ആ പരിപാടിയും കാഴ്ചകളൊക്കെ ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.